ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അതുപോലെ കഥാസാഗരമായി ഞാൻ ബോണി എത്തിയിരിക്കുകയാണ്. കഥ കേൾക്കാൻ നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും, അങ്ങനെ കഥകളുടെ പരിപാടി മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ആസാമിൽ നിന്നുള്ളൊരു നാടോടി കഥയാണ്. അപ്പോൾ കഥ കേൾക്കാൻ നിങ്ങൾ കാത്തിരിക്കുകയാണ്. ഞാൻ വൈകുന്നില്ല, കഥയിലോട്ട് കിടക്കുന്നു. ആസാമിലെ റോഹായ് എന്ന രാജാവിന് തൻ്റെ അയൽ രാജ്യങ്ങളെ രാജാക്കന്മാരെ പ്രയാസമുള്ള ചോദ്യങ്ങൾ അയച്ചു കൊടുത്ത് അപമാനിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം ചോദ്യങ്ങൾ അയച്ചത് രാജാവായ രംഗായിയുടെ അരികിലേക്കായിരുന്നു. ചോദ്യം വായിച്ച നമ്മുടെ രാജാവ് രംഗായി അമ്പരന്ന് പോയി. അദ്ദേഹം ഉടനെ തന്നെ പ്രധാനമന്ത്രിയായ റെഞ്ചോയെ വിളിച്ച് ചോദ്യങ്ങൾ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് മതി ഇനി നമ്മെ മുഖം കാണിക്കുന്നത്. അതിൽ 4 ചോദ്യങ്ങളുണ്ടായിരുന്നു. മന്ത്രി ചോദ്യങ്ങൾ വായിച്ചു. ആരാണ് മണ്ടനായ രാജാവ്? മണ്ടനായ രാജാവിൻ്റെ വിഡ്ഢിയായ മന്ത്രി ആര്? ആരാണ് നല്ലവരിൽ ചീത്ത? ചീത്തയിൽ നല്ലവർ? രാജാവിൻ്റെ പടിക്കലെ നായ ആരാണ്? മന്ത്രിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി തത്തിക്കളിച്ചു. മന്ത്രി സമ്മതിച്ചു, ഉത്തരവ് പോലെ. പിറ്റേന്ന് തന്നെ മന്ത്രി റോഹായുടെ രാജ്യത്തേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയതും തനിക്ക് താമസിക്കാൻ പറ്റിയൊരു സ്ഥലം മന്ത്രി കണ്ടുപിടിച്ചു. അവിടുത്തെ കൊട്ടാരം നർത്തകിയുടെ വീടായിരുന്നു അത്. നർത്തകി മന്ത്രിയെ വേണ്ട വിധം സ്വീകരിച്ച് വീട്ടിൽ താമസിപ്പിച്ചു. റെഞ്ചോയ് കൊട്ടാരവും പരിസരവും ചുറ്റിക്കാണാനിറങ്ങി. കൊട്ടാര വാതിൽക്കൽ ഒരു വൃദ്ധനിരുന്ന് യാചിക്കുന്നത് കണ്ടു. അയാളെ കണ്ടപ്പോൾ റെഞ്ചോയ്ക്ക് പാവം തോന്നി. നിങ്ങളെ നോക്കാൻ ആരുമില്ലേ? റെഞ്ചോയ് ചോദിച്ചു. ഞാൻ ഈ കൊട്ടാരം കവാടത്തിലെ കാവൽക്കാരനായിരുന്നു. ആരോഗ്യം ക്ഷയിച്ചപ്പോൾ രാജാവ് എന്നെ നീക്കം ചെയ്തു. വയസ്സുകാലത്ത് ജീവിക്കാനുള്ള വക പോലും തന്നില്ല. എൻ്റെ ജീവിതം രാജാവിന് വേണ്ടി ചെലവഴിച്ചത് വെറുതെ ആയി. വൃദ്ധൻ സങ്കടത്തോടെ പറഞ്ഞു. റെഞ്ചോയ്ക്ക് വിഷമം തോന്നി. അയാൾ വൃദ്ധന് ധാരാളം പണം കൊടുത്ത് ആശ്വസിപ്പിച്ചു. പിന്നീട് അയാൾ നേരെ ചെന്നത് കൊട്ടാര സദസ്സിലേക്കായിരുന്നു. രാജാവിനെ ചെന്ന് കണ്ടു. രാജാവിനെ കണ്ട് പറഞ്ഞു, ഞാനൊരു ലോക സഞ്ചാരിയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തും അങ്ങയെക്കുറിച്ച് കേൾക്കാനിടയായി. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഞാൻ അങ്ങയെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനൊരു അവസരം തരണം. പൊങ്ങച്ചക്കാരനായ റഹായിക്ക് റെഞ്ചോയുടെ പുകഴ്ത്തൽ വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം റെഞ്ചോയ്ക്ക് കൊട്ടാരത്തിൽ ഒരു ജോലി കൊടുത്തു. ആദ്യ ദിനങ്ങൾ തന്നെ മിടുക്കും കഴിവും പ്രകടിപ്പിച്ച റെഞ്ചോയ്ക്ക് രാജാവിൻ്റെ മതിപ്പ് പിടിച്ചുപറ്റാൻ വലിയ താമസമുണ്ടായില്ല. അയാൾ അതിവേഗം ഉയർന്ന് പ്രധാനമന്ത്രിയായി. മാത്രമല്ല രാജകുമാരിയെ രാജാവ് അയാൾക്ക് വിവാഹം കഴിച്ച് നൽകുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജകുമാരനും റെഞ്ചോയും പതിവ് പോലെ വേട്ടയാടാൻ പോയി. അവർ ഒരു വലിയ മാനിനെ വേട്ടയാടി പിടിച്ചു. അത്രയും വലിയ മാനിനെ എടുത്തുകൊണ്ടു പോകാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അവർ അതിൻ്റെ തലയും കുറേ മാംസവും മാത്രം മുറിച്ചെടുത്ത് കുതിരപ്പുറത്ത് വെച്ച് കെട്ടി മടങ്ങി. പാതി വഴി എത്തിയപ്പോൾ രാജകുമാരൻ പറഞ്ഞു, ഇവിടെ അടുത്താണ് എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും താമസിക്കുന്നത്. ഇന്ന് രാത്രി അവിടെ തങ്ങിയിട്ട് ഞാൻ നാളെ വരാം. ശരി, ഈ മാംസം അവർക്ക് സമ്മാനമായി കൊടുത്തേക്കൂ. റെഞ്ചോയ് മാനിറച്ചി രാജകുമാരനെ ഏൽപ്പിച്ചിട്ട് മാനിൻ്റെ തലയുമായി നാട്ടിലേക്ക് യാത്ര തുടർന്നു. വീട്ടിലെത്തിയതും റെഞ്ചോയ് മാനിൻ്റെ തല ഒരു തുണിയിൽ പൊതിഞ്ഞ് കിടപ്പുമുറിയിലേക്ക് ഓടിക്കേറി. വേഗം ആരും കാണാതെ ഒരു മൺവെട്ടി കൊണ്ടുവാ, അയാൾ പേടിച്ച മട്ടിൽ ഭാര്യയോട് പറഞ്ഞു. എന്തിനാണ് ഈ രാത്രിയിൽ മൺവെട്ടി? രാജകുമാരി ചോദിച്ചു. അയ്യോ, അതാരോടും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ എൻ്റെ തല പോകും. എന്നോട് പറയൂ, ഞാൻ അങ്ങയുടെ ഭാര്യയല്ലേ. ഒരു വാക്കുപോലും ഞാൻ ആരോടും പറയില്ല. വേട്ടയാടുന്നതിനിടയിൽ എനിക്കൊരു കയ്യബദ്ധം പറ്റി. മാനാണെന്ന് കരുതി ഞാൻ എയ്ത അമ്പ് രാജകുമാരനാണ് കൊണ്ടത്. രാജകുമാരൻ അപ്പോൾ തന്നെ മരിച്ചു. ഞാൻ അവൻ്റെ തല മാത്രം ഒരു തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നു. ആരും അറിയാതെ നമുക്കിതിവിടെ കുഴിച്ചിടാം. അത് കേട്ട് രാജകുമാരി കരയാൻ തുടങ്ങി. അവൾ മൺവെട്ടി കൊണ്ടുവന്നില്ല. റൺജോയ് ഒറ്റയ്ക്ക് കട്ടിലിനടിയിൽ ഒരു കുഴിയുണ്ടാക്കി മാൻതല അതിലിട്ട് മൂടി. പിറ്റേന്ന് രാവിലെ രാജകുമാരി കരഞ്ഞുകൊണ്ട്
രാജ്ഞിയെ ചെന്ന് കണ്ടു. അമ്മേ, നമ്മുടെ രാജകുമാരനെ രഞ്ജോയ് കൊന്നു. കുമാരൻ്റെ തല ഞങ്ങളുടെ കട്ടിലിനടിയിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. രാജ്ഞി അത് കേട്ടതും ഉറക്കെ കരയാൻ തുടങ്ങി. വാർത്ത കൊട്ടാരം മുഴുവനും അറിഞ്ഞു. കോപം കൊണ്ട് വിറച്ച രാജാവ് ഉടനെ ഉത്തരവിട്ടു, അവൻ്റെ കൈയും കാലും കെട്ടി ഇവിടെ കൊണ്ടുവരട്ടെ. ഭടന്മാർ അപ്പോൾ തന്നെ രഞ്ജോയെ രാജാവിൻ്റെ മുന്നിൽ കൈയും കാലും കെട്ടി വലിച്ചിഴച്ചു കൊണ്ടുവന്നു. ഇവൻ്റെ തല ഉടനെ ഛേദിക്കാൻ നാം കൽപ്പിക്കുന്നു. രാജാവ് ഉത്തരവിട്ടു. മന്ത്രിമാർ അത് ശരിവെച്ചു. രഞ്ജോയെ ശിക്ഷ നടപ്പിലാക്കുന്ന സ്ഥലത്തേക്ക് ഭടന്മാർ കൂട്ടിക്കൊണ്ടുപോയി. വഴിക്ക് കൊട്ടാരം നർത്തകി അയാളെ കണ്ടു. അവൾ അയാളുടെ അരികിലേക്ക് ഓടിച്ചെന്നു. നിങ്ങളെ എന്തിനാണ് ഈ ഭടന്മാർ പിടിച്ചുകൊണ്ടുപോകുന്നത്? രഞ്ജോയ് നടന്ന സംഭവം മുഴുവനും അയാളെ പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ട് അവൾ ആശ്ചര്യപ്പെട്ടു. എന്ത്? രാജാവ് നിങ്ങളുടെ ഭാഗം കേൾക്കുക പോലും ചെയ്തില്ലേ? ഒരു വിചാരണയും കൂടാതെയാണോ രാജാവ് നിങ്ങളെ കൊല്ലാൻ വിധിച്ചത്? കഷ്ടം തന്നെ. അവൾ ഭടന്മാരോട് പറഞ്ഞു. ഒരു നിരപരാധിയാണ് രാജാവ് ദേഷ്യം കൊണ്ട് കൊല്ലാൻ വിധിച്ചിരിക്കുന്നത്. വരൂ, നമുക്ക് രാജാവിനെ കണ്ട് സത്യം അറിയിക്കാം. ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാം. അവർ കൊട്ടാരത്തിലേക്ക് തിരിച്ചു. രഞ്ജോയെ കണ്ടപ്പോൾ രാജാവ് ദേഷ്യം കൊണ്ട് അലറി. അവൻ്റെ തല ഛേദിക്കാൻ പറഞ്ഞിട്ട് അവനെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നോ? ഇദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞിട്ടാണ്. ഒരാളെ വിചാരണ കൂടാതെ വധിക്കുന്നത് ഉചിതമല്ല, നർത്തകി പറഞ്ഞു. ഇയാൾ കൊന്നതെൻ്റെ മകനെയാണ്. ഇദ്ദേഹം അങ്ങയുടെ മകനെ കൊന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഇനി കൊന്നെങ്കിൽ തന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് അങ്ങ് തിരക്കിയോ? അങ്ങയുടെ മകൻ മരിച്ചുവെന്ന് അങ്ങേക്ക് ഉറപ്പുണ്ടോ? അങ്ങയുടെ മകൻ്റെ തല കട്ടിലിനടിയിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് അങ്ങ് കേട്ടല്ലോ. അത് ശരിയാണോ എന്ന് നോക്കുകയെങ്കിലും ചെയ്തോ? നർത്തകിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ രാജാവ് ഒന്നും പറയാനാകാതെ തരിച്ചു നിന്നു. അദ്ദേഹത്തിൻ്റെ തല കുനിഞ്ഞു. ഈ സമയം രാജകുമാരൻ സഭയിലേക്ക് കയറി വന്നു. അയാളെ കണ്ട് എല്ലാവരും അമ്പരന്നു. മരിച്ചുവെന്ന് കരുതിയ ആൾ ജീവനോടെ തിരിച്ചെത്തിയിരിക്കുന്നത് കണ്ടില്ലേ? അങ്ങ് ഇദ്ദേഹത്തെ കൊന്നിരുന്നെങ്കിൽ എന്ത് അനീതിയാകുമായിരുന്നുവെന്ന് ഇപ്പോൾ ബോധ്യമായില്ലേ? നർത്തകി ചോദിച്ചു. അയാൾ നടന്ന സംഭവം മുഴുവനും രാജാവിനെ പറഞ്ഞു കേൾപ്പിച്ചു. രാജാവ് രഞ്ജോയോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ കണ്ണു തുറപ്പിച്ചു. പക്ഷേ എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? അങ്ങ് അയൽരാജാവായ രംഗായിക്ക് 4 ചോദ്യങ്ങൾ അയച്ചത് ഓർക്കുന്നില്ലേ? അതിനുള്ള ഉത്തരം പറയാനാണ് ഞാൻ ഈ നാടകം കളിച്ചത്. ഞാൻ ആ രാജാവിൻ്റെ മന്ത്രിയാണ്. അതിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞോ? രാജാവ് ചോദിച്ചു. കണ്ടുപിടിച്ചു മഹാരാജാവേ. കേട്ടോളൂ. കുമാരനെ കൊന്നുവെന്ന് കേട്ടതും ഒരു അന്വേഷണവും കൂടാതെ എന്നെ വധിക്കാൻ കൽപ്പിച്ച അങ്ങാണ് മണ്ടനായ രാജാവ്. അങ്ങ് ചെയ്തത് തെറ്റാണെന്ന് പറയാത്ത മന്ത്രിയാണ് മണ്ടനായ രാജാവിൻ്റെ വിഡ്ഢിയായ മന്ത്രി. അങ്ങയുടെ പുത്രിയായ രാജകുമാരി ഞാൻ പറയുന്ന കാര്യം ആരോടും പറയില്ലെന്ന് വാക്ക് തന്നവളാണ്. അവളാണ് സത്യം എന്താണെന്ന് പോലും അന്വേഷിക്കാതെ ഞാൻ കൊലപാതകയാണെന്ന് വിളിച്ചു പറഞ്ഞത്. എന്നാൽ കൊട്ടാര നർത്തകി സ്വന്തം ജീവൻ പണയം വെച്ച് എന്നെ രക്ഷിച്ചു. അതുകൊണ്ട് രാജകുമാരിയാണ് നല്ലവരിൽ ചീത്ത, കൊട്ടാര നർത്തകിയാണ് ചീത്തയിൽ നല്ലത്. രാജാവിൻ്റെ പടിക്കലെ നായ ഇപ്പോൾ ജീവിക്കാൻ പിച്ചതണ്ടുന്ന അങ്ങയുടെ പഴയ കാവൽക്കാരനല്ലാതെ മറ്റാരുമല്ല. രാജാവിൻ്റെ തല ലജ്ജയും കുറ്റബോധവും കൊണ്ട് കുനിഞ്ഞു. രഞ്ജോയ് അന്ന് തന്നെ രാജകുമാരിയുമായി തൻ്റെ രാജ്യത്തേക്ക് യാത്ര തിരിച്ചു. കൊട്ടാര നർത്തകിക്ക് കൈ നിറയെ സമ്മാനം നൽകാൻ അദ്ദേഹം മറന്നില്ല. ഇത്രയുമാണ് കഥ. വളരെ അർത്ഥവത്തായ ഒരു കഥയാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ തിരഞ്ഞെടുത്തത്. എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ വളരെ മനോഹരമായിട്ട് ഒരു കഥയിലൂടെ അവതരിപ്പിച്ചത്. എന്താണത്? ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും നമ്മളതങ്ങ് വിശ്വസിക്കും. ഒരാൾ കുറ്റക്കാരനാണോ, അയാളത് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അന്വേഷിക്കാൻ മെനക്കെടാറില്ല, സമയം കളയാറുമില്ല. അയാളെ അങ്ങ് വിധിക്കും, അയാളെ മോശക്കാരനാക്കും, ചാപ്പ കുത്തും. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത് അല്ലേ? മന്ത്രി അങ്ങനെ കുറ്റവാളിയായി. അതിനൊരു കാരണക്കാരിയാകുന്നതോ തൻ്റെ ഭാര്യ തന്നെ. അയാൾ പറഞ്ഞ രഹസ്യം കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ അത് വിളിച്ചു പറഞ്ഞ് അയാളെ ഒരു കൊലപാതകയാക്കി. സ്ത്രീകളുടെ ഒരു പ്രവണത ചൂണ്ടിക്കാണിച്ചത്. അതായത് വലിയ രഹസ്യങ്ങളൊന്നും സ്ത്രീകളോട് പറയാൻ കൊള്ളില്ല എന്നൊക്കെയുള്ള ഒരർത്ഥം ഇതിനകത്ത്
ഒളിഞ്ഞു കിടപ്പുണ്ട് ഈ കഥയിൽ. അതുകൊണ്ട് രാജകുമാരിയാണ് നല്ലവരിൽ ചീത്ത എന്ന് കഥ പറയുന്നു. അത് കണക്ക് തന്നെ കൊട്ടാര നർത്തകിയാണ് ചീത്തയിൽ നല്ലത്. അപ്പോൾ സമൂഹത്തിൽ ഒരു മാന്യമായ സ്ഥാനമൊക്കെ ഉള്ള രാജകുമാരി ഒരു ആപത്ഘട്ടത്തിൽ ഭർത്താവിനെ തള്ളിപ്പറഞ്ഞ് കുറ്റം ആരോപിക്കുകയാണ്. നർത്തകിയോ കുറച്ച് നാളത്തെ പരിചയമുള്ള ആ വ്യക്തിയെ എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുന്നു. അദ്ദേഹത്തെ സഹായിക്കാൻ തൻ്റെ ജീവൻ നൽകാൻ തയ്യാറാകുന്നു. വിലപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിച്ച് കഥയെ വഴിതിരിച്ച് വിടുകയാണ്. അങ്ങനെ തൻ്റെ സുഹൃത്തിന് നീതി ഉറപ്പാക്കുകയാണ്. അപ്പോൾ കഥയിൽ പറഞ്ഞു വെക്കുന്നത് കൊട്ടാര നർത്തകിയാണ് ചീത്തയിൽ നല്ലതെന്നാണ്. ഈ കഥയിൽ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത് നർത്തകി നാട്യത്തിൻ്റെ ആളാണ്, പക്ഷേ അവരുടെ മനസ്സിൽ നാട്യമില്ല, നന്മയുണ്ട്. എന്നാൽ നാട്യങ്ങളില്ല എന്ന് ഭവിക്കുന്ന അല്ലെങ്കിൽ നല്ലവളെന്ന് ഭവിക്കുന്ന ഭാര്യയുടെ മനസ്സിൽ നാട്യമുണ്ട്, കാപട്യമുണ്ട്, വഞ്ചനയുണ്ട്, ചതിയുണ്ട്. അത്തരം ഒരു കഥാസന്ദർഭമാണ് ഇവിടെ നമ്മുടെ മുന്നിലേക്ക് തുറന്നിടുന്നത്. ഒരു നീണ്ട കഥയാണെങ്കിൽ കൂടി അവസാനം വന്ന് കഥ അവസാനിക്കുമ്പോൾ ചില സത്യങ്ങൾ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ രാജാവിൻ്റെ കാര്യവും പറയുന്നുണ്ട്. സ്വന്തം പടയാളി തെരുവിലിരുന്ന് ഭിക്ഷയാചിക്കുകയാണ്. വൃദ്ധനായ അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത തൊഴിലിൽ നിന്ന് വിരമിച്ച ആ പടയാളി, രാജാവിനെ സേവിച്ച ആ പടയാളി വളരെ ശോചനീയമായ അവസ്ഥയിൽ തെരുവിലിരുന്ന് യാചിക്കുകയാണ്. തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അതും വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നല്ലൊരു യജമാനൻ, അല്ലെങ്കിൽ യജമാനൻ എന്നുള്ള പദത്തിന് പകരം മുതലാളിയെന്നോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് തലവനെന്നോ അങ്ങനെയൊക്കെ പല പേരുകളിലും വേണമെങ്കിൽ നമുക്ക് തന്നെ വിശേഷിപ്പിക്കാം. പക്ഷേ അവർക്ക് കൂടിയുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു കഥ. അവരെയൊക്കെ സേവിച്ച് വിരമിക്കുന്ന ഒട്ടേറെ തൊഴിലാളികളുണ്ട്. അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന പിന്നെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട് ഈ കഥയ്ക്ക്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ കഥയിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിശദീകരണമൊന്നും ഈ കഥയുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്നും പറയേണ്ടതില്ല. എല്ലാം വളരെ വ്യക്തമാണ്. കഥ ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. എന്തായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കഥയും കാര്യം പറച്ചിലുമൊക്കെ കഴിഞ്ഞു. വിട വാങ്ങുകയാണ്. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു കഥയുമായിട്ട് കേട്ടുമുട്ടാം. സൈനിങ് ഓഫ്, ബോണി.